പശ്ചിമേഷ്യൻ യുദ്ധം ഏറ്റവും ഒടുവിൽ ഇറാന്റെ വലിയ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുകയാണ്. 2-3 ദിവസം മാത്രം തരും, യുദ്ധം നിർത്തിയില്ലെങ്കിൽ സകലതും നശിപ്പിക്കും. അമേരിക്കയ്ക്ക് വലിയ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുണ്ടാവുകയാണ്. ഹോർമുസിൽ തായ്ക്കപ്പൽ ആക്രമിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ഇറാൻ സംപ്രേഷണം ചെയ്യുന്നു, പുറത്തുവിടുന്നു. ജനവാസ മേഖലകളിലേക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലേക്കും അമേരിക്ക ആക്രമണം തുടങ്ങിയതോടെയാണ് ഇറാന്റെ ഈ അന്ത്യശാസനം ഉണ്ടായിരിക്കുന്നത്. സമ്പൂർണ്ണ നശീകരണ ശൈലിയിലേക്ക് തങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ഷമിക്കണം, ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു. യുദ്ധം 2 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ്. പിന്നെ ചർച്ചകളും നിയന്ത്രണ തിരിച്ചടിയും ഉണ്ടാവില്ല. അമേരിക്ക ഇറാനിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതായത് ഗൾഫ് മേഖലകളിൽ ഒപ്പം ഇറാന്റെ ചുറ്റും അമേരിക്കയുടെ വിവിധ താവളങ്ങളുണ്ട്. അവിടെ ഒരു അതിർത്തികളും തങ്ങൾക്ക് തടസ്സമാകില്ല എന്നും IRGC വ്യക്തമാക്കുകയാണ്. ഹോർമുസിൽ നേരത്തെ പറഞ്ഞതുപോലെ പല ദൃശ്യങ്ങൾ, പല ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. US ഇറാന്റെ ഊർജ്ജ വൈദ്യുത മേഖലകളെ ആക്രമിച്ചാൽ എണ്ണക്കപ്പൽ പാതകൾ തടയാൻ ഹൂതി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരാണ്. അജയ്, കാര്യങ്ങളൊട്ടും പന്തിയല്ല. ഇറാൻ വലിയ വെല്ലുവിളിയുമായി മുന്നോട്ട് വരികയാണ്. അതവർ നടപ്പിലാക്കുകയും ചെയ്യും. കാരണം ഹോർമുസിലെ ആക്രമണം നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീണ്ടും കടുപ്പിക്കുകയാണ് ഇറാൻ. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനയുടെ മുതിർന്ന ഉപദേഷ്ടാവായിട്ടുള്ള മൊഹസൻ റസായിയാണ് ഇപ്പോൾ പുതിയ ഒരു ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇറാനിലുള്ള ആക്രമണം 2-3 ദിവസത്തിനകം അമേരിക്ക അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും തങ്ങൾ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഇറാൻ സമ്പൂർണ്ണ നാശം വിതയ്ക്കുമെന്ന് തന്നെ മൊഹസൻ റസായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ അതിർത്തിക്കും അമേരിക്ക രക്ഷിക്കാനാകില്ല. മേഖലയിലുടനീളം ഇറാൻ ആക്രമണം നടത്തും. ഒരു പൂർണ്ണ തോതിലേക്കുള്ള ആക്രമണത്തിലേക്കായിരിക്കും ഇറാൻ കടക്കാൻ പോവുക. ഇപ്പോഴുള്ളതുപോലെ ചെറിയ പ്രതികാര നടപടികൾ മാത്രമാകില്ല ഉണ്ടാകാൻ പോകുന്നത്. മേഖലയിലുടനീളം വലിയ തോതിലുള്ള ആക്രമണം പ്രതീക്ഷിക്കാമെന്നും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഒരു ഇറാനിയൻ മാധ്യമം സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് ഈ മൊഹസൻ റസായിയുടെ ഭീഷണി എന്ന് പറയുന്നത്. അതും പരമോന്നത നേതാവിന്റെ ഏറ്റവും മുതിർന്ന ഉപദേഷ്ടാവ് തന്നെയാണ് നേരിട്ട് ഇത്തരം ഒരു ഭീഷണിയിലേക്ക് കടന്നിരിക്കുന്നത്. അതും കാര്യങ്ങളുടെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ഇപ്പോൾ അമേരിക്ക തുടർച്ചയായിട്ടുള്ള 7-ാം ദിവസവും ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ ഗൾഫ് നാടുകളിലേക്കാണ് ഇറാൻ തങ്ങളുടെ തിരിച്ചടി കടുപ്പിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ പരമോന്നത നേതാവിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൂടി രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കടുത്ത ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ആക്രമണം കാരണം ബാധിക്കപ്പെട്ടത് ജോർദാൻ, ബഹ്റൈൻ, അതുപോലെ കുവൈറ്റ് എന്നീ രാജ്യങ്ങളാണ്. ജോർദാൻ ഇന്ന് രാവിലെ മാത്രം 10 ഇറാനിയൻ മിസൈലുകൾ തടഞ്ഞു എന്നാണ് അവരുടെ വാർത്താ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കുവൈറ്റിൽ ഒരു സൈനികന് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുണ്ട്. ഇറാൻ പുറത്തുവിട്ട ചില കണക്കുകൾ പ്രകാരം ജോർദാനിലുള്ള ഒരു US-ന്റെ ഒരു വിമാനം, ഒരു ഫൈറ്റർ ജെറ്റ് തകർത്തു. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള ക്യാമ്പ് ഉദൈരിയിലുള്ള ഒരു വെടിമരുന്ന് സംഭരണശാല തകർത്തു. അതുപോലെ അലി അൽ സലീം എയർബേസിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം വരുത്തി. അതുപോലെ ഒരു പാലം തകർത്തതായിട്ടും IRGC അവകാശപ്പെടുന്നു. പിന്നെ അലി അൽ റസാഖ് എയർബേസിലെ ഒരു സൈനിക എണ്ണ ടാങ്കർ തകർത്തതായിട്ടും IRGCയുടെ പ്രസ്താവനയുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ 2 എണ്ണ ടാങ്കറുകൾ ഇറാനിയൻ മൈനുകൾ തട്ടി തകർന്നതായിട്ടും IRGCയുടെ ഒരു വാർത്താക്കുറിപ്പുണ്ട്. പക്ഷേ US ഇത് നിഷേധിക്കുകയാണ്. ഇത്തരം ഒരു ആക്രമണം നടന്നിട്ടില്ല എന്നാണ് US-ന്റെ ഒരു വാദം. തീർച്ചയായും മറ്റൊരു കാര്യം അജയ്, ഈ സിറിയയിലെ തൻഫ് US വിമാനത്താവളത്തിലും ജോർദാനിലെ US താവളത്തിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഉള്ളതാണ്. യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് സിറിയയിൽ, അതായത് മറ്റൊരു രാജ്യത്തിലേക്ക്, ഈ സിറിയ പോലെ ഒരു രാജ്യത്തേക്ക് ഇറാന്റെ ആക്രമണം. യുദ്ധം വ്യാപിപ്പിക്കുന്നു ഇറാൻ എന്നുള്ളതിൻ്റെ ലക്ഷണം കൂടിയാണിത്. ഈ US സൈനികൻ കൊല്ലപ്പെട്ടതായൊക്കെ ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ US സേന അത് പൂർണ്ണമായും നിഷേധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിട്ടതായി ജോർദാൻ പറയുന്നുണ്ട്. സിറിയയിലെ ഈ ടൻഫിലുള്ള US-ന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെൻറ്ററിന് നേരെയാണ് ആക്രമണം എന്ന് പറയുന്നത്. ഇറാനൊപ്പം മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒട്ടേറെ US വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, റീഫ്യൂവലിംഗ്, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും
ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തുവെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ അവകാശവാദം. ഒട്ടേറെ എണ്ണത്തിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തിയെന്നുമൊക്കെ ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും സ്ഥിരീകരണമില്ല. ഗുരുതരമായ കേടുപാടുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ജോർദാനോ US സൈന്യമോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഒപ്പം സ്വതന്ത്ര വാർത്താ ഏജൻസികൾക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല. പക്ഷേ ചില തരത്തിലുള്ള ചില സ്ഥിരീകരണങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ്, ഇതിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസുകൾ പല സ്ഥലങ്ങളിലുണ്ട്. അവിടെയൊക്കെ കടന്ന് ആക്രമിക്കുകയാണ്. ഒരുപക്ഷെ അവിടെ ഉള്ള കൂടുതൽ ആക്രമണങ്ങൾ ആ മേഖലകളിലേക്ക് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയായിരിക്കാം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നിരവധി വിമാനങ്ങൾ തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. രഞ്ജിത്ത്, സിറിയയിലേക്ക് മാത്രമല്ല ഇറാഖിലേക്കും നിലവിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാഖ് ഇറാന്റെ ഒരു സഖ്യകക്ഷിയാണ്. പക്ഷേ നിലവിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇറാഖിലെ കുർദിഷ് പ്രവിശ്യയിലേക്കാണ്. ഈ കുർദിഷ് സേന എന്ന് പറയുന്നത് ഇറാനിലേക്ക് ഇതിനു മുൻപേ തന്നെ, ഈ സംഘർഷങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വടക്കൻ ഇറാനിൽ നിരവധി വിമത പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇവർക്ക് ഇസ്രായേലിന്റെ ഫണ്ടിംഗ് ഉണ്ടെന്ന് ഇറാൻ നിരവധി തവണ ആരോപിച്ച കാര്യമായിരുന്നു. ഈ ആക്രമണം തുടങ്ങി ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറാഖിലെ ഈ കുർദിഷ് പ്രവിശ്യയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പിന്നെ സിറിയയിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തൻഫ് എന്ന് പറയുന്ന ഒരു US സൈനിക കേന്ദ്രത്തിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലേക്ക് ഇവിടെ നിന്ന് നടന്ന ആക്രമണത്തിന് ബദലായിട്ടാണ് ഈ ആക്രമണം എന്നാണ് അവർ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുള്ളത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതമാണ്. ഇപ്പോൾ മൂന്നാഴ്ചയുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറവ് കപ്പലുകൾ കടന്നുപോയത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെയാണെന്ന് നമുക്ക് കാണാനാകും. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സുരക്ഷിതമായി ഹോർമുസ് കടന്നു എന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് വെറും 6 കപ്പലുകളാണ്. ഇതിലൊരു കണക്ക് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു കപ്പൽ ഒഴിച്ച് ബാക്കി എല്ലാ കപ്പലുകളും ഇറാൻ നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ കടന്നുപോയിട്ടുള്ളതാണ് എന്നതും ശ്രദ്ധേയമാണ്. ഒരു കപ്പൽ മാത്രമാണ് ഒമാനി തീരത്തുകൂടി ഇറാൻ നിർദ്ദേശം പാലിക്കാതെ സുരക്ഷിതമായി ഹോർമുസ് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 15 കപ്പലുകളുടെ എങ്കിലും ശരാശരി കുറവ് ഇപ്പോഴുള്ള യാത്രയിൽ വന്നിട്ടുണ്ട്. ഇതിന് തൊട്ടു മുൻപേയുള്ള ദിവസത്തിൽ നിന്ന് വലിയൊരു ഇടിവാണ് ഈ ദിവസത്തിലെത്തിയപ്പോൾ ഹോർമുസിലൂടെയുള്ള ഗതാഗതത്തിൽ വന്നിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും മേഖലയിലെ സാഹചര്യം എത്രമാത്രം സങ്കീർണമാണ് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.